ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ രാവിലെ ഇപ്പം മെഡിക്കൽ കോളേജിൽ പോകട്ടെ. ഏകദേശം ഇപ്പം 3:30 അപ്പോൾ ഫുഡൊക്കെ കഴിക്കണ്ടേ, നല്ല വിശപ്പുണ്ട്. ഈ സമയത്ത് എനിക്ക് പല്ലൊക്കെ തേച്ചാൽ ഈ ഒരു ടൈമിലാകുമ്പോൾ നല്ലോണം ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഏട്ടൻ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഏട്ടൻ എനിക്കും കൂടി ഏട്ടൻ ഉണ്ടാക്കുന്നത്. അമ്മ പിന്നെ രാവിലെ തന്നെ നൂഡിൽസൊന്നും കഴിക്കത്തില്ല. ഇപ്പോൾ ഇത് ഏകദേശം പൊലച്ചിയാട്ടോ സംഭവം. ഇപ്പോൾ എത്ര 8 മാസമായി എനിക്ക്. 8-ാം മാസത്തിലെ ചെക്കപ്പിന് 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പിന് പോകണം എന്ന് പറഞ്ഞു കേട്ടോ. ഒരുങ്ങുന്നൊന്നുമില്ല. കുളിക്ക് കഴിഞ്ഞാലൊക്കെ എനിക്ക് മുടിയൊക്കെ കെട്ടിയാൽ ഭയങ്കര തലവേദന. കണ്ട 3:55 4 മണിക്ക് വണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അവിടെ 3:55. ഒരുപാട് സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട്. നമ്മൾ ക്യാമറ എടുക്കുന്നുണ്ട്, ഫോണിൻ്റെ ചാർജർ എടുത്ത് വെക്കാനുണ്ട്. ഇതെൻ്റെ ഫുഡാട്ടോ. ഞാൻ വിചാരിച്ച് വണ്ടിയിൽ നിന്ന് കഴിക്കാം. ഇവിടുന്ന് കഴിച്ചിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് നൂഡിൽസൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു ടൈമിൽ വല്ലാണ്ട് വയറിന് പ്രശ്നം വരും. ഞാൻ വിചാരിച്ചു എന്തായാലും വിശക്കും, നേരെ വണ്ടിയിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മേൻ്റെ ചാർജറൊക്കെ എടുത്ത് വെച്ച് എല്ലാം. പിന്നെ വേഗം വണ്ടി വന്നു. 4:15 വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നല്ലോണം കിടന്ന് ഉറങ്ങാനുള്ള ടൈപ്പിലാണ് കേട്ടോ വണ്ടി കയറിയത്. ഈ ഒരു ടൈമിൽ നല്ല ഉറക്കം വരും ചില സമയം കേട്ടോ. അല്ലെങ്കിൽ എഴുന്നേറ്റിങ്ങ് പോന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രഗ്നൻ്റൊക്കെ ആകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ. അങ്ങനെ നല്ലോണം സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഉറങ്ങും. അതിനുശേഷം നമ്മൾ വേഗം കയറിയത് ഫുഡ് അടിക്കാൻ. ഒരു 6:45 നമ്മൾ ഇവിടെ എത്തി. സ്ഥലം ഇപ്പോൾ അത്ര ഓർമ്മയില്ല കേട്ടോ. ഞാൻ 2 വെള്ളപ്പല്ല ഇടിയപ്പവും മുട്ടക്കറിയും, അമ്മ ഒരു വട്ടയപ്പവും കറിയും പറഞ്ഞു. ഫുഡ് നല്ല ഫുഡായിരുന്നു. പക്ഷേങ്കിൽ ഒരു ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അവർ പുലർച്ചെ വെക്കുന്ന കടയൊക്കെ ആയിരിക്കും. എല്ലാ വാഹനക്കാരും ഡ്രൈവർമാരൊക്കെ വിടുന്ന കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ കയറിയത്. പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ചൂടുണ്ടായിരുന്നില്ല ഫുഡിന്. നമുക്ക് നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ ചില സമയം കേട്ടോ. വീട്ടിലെ ഫുഡൊക്കെ ആകുമ്പോൾ നല്ലോണം തണിഞ്ഞ ഫുഡൊക്കെ കേട്ടോ ഇഷ്ടം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇനി നേരെ മെഡിക്കൽ കോളേജിലാക്കാം കേട്ടോ പോകുന്നത്. ഇതിപ്പോൾ 2ാമത്തെ തവണയായി. ഇപ്പോൾ ആദ്യമായിട്ട് പോകുമ്പോൾ എന്തെല്ലോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 2ാമത്തെ തവണയാട്ടോ പോകുന്നത്. ഇതും കൂടി കഴിഞ്ഞാൽ ഇനി ചിലപ്പം ഡേറ്റ് പറയുമോ ഇല്ലയോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ തയ്യാറായിട്ടാണ് പോകുന്നത്. ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മെറ്റേണിറ്റി ബാക്ക് പാക്കിങ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ കോലം അത്ര ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം വണ്ടിയിൽ നിന്ന് തന്നെ മുടിയൊക്കെ കെട്ടി. ചില സമയം ചീർപ്പില്ല. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കും വളരെ ശ്രദ്ധിക്കണം. മുടീൻ്റെ തുമ്പത്തുനിന്ന് വേണം കേട്ടോ ആദ്യം എടുക്ക്. നിങ്ങൾക്ക് വണ്ടിയിലായതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കോലം വെച്ചിട്ട് കെട്ടിയത് കേട്ടോ. ഈ ഒരു സ്റ്റൈലൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി. പണ്ടൊക്കെ ആയിരുന്നു ഈ ഒരു പഫൊക്കെ കെട്ടിയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു നമ്മൾ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം കെട്ടാൻ മുടിയൊക്കെ ആകും കേട്ടോ. നല്ലോണം മുടിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുക. അതൊരു 4 മന്ത് അപ്ഡേറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മുടിയൊക്കെ കുറച്ച് കെട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേ ഒരു സ്ഥലത്ത് നിന്ന് വീഡിയോ എടുത്തേട്ടോ. എനിക്കിപ്പോൾ കഴിഞ്ഞ വർഷം പോയേക്കാളും എന്തോ ഒരു സമാധാനത്തിൽ. കാരണം കഴിഞ്ഞ വർഷം ഒന്നും അറിയത്തില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത്, അവിടെ കയറിയിട്ട് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ലായിരുന്നു. നമ്മൾ വരുമ്പോഴേക്കൊന്നും തുറന്നിട്ടൊന്നുമില്ല, OP ഒന്നും ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ ക്യൂ നിൽക്കുക കേട്ടോ ചെയ്തത്. എനിക്ക് 45ാമത്തെ അങ്ങനെ കേട്ടോ ടോക്കൺ കിട്ടിയത്. ഇഷ്ടംപോലെ രാവിലെ OP എനിക്ക് തോന്നുന്ന ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. 2 സെക്ഷനൊക്കെ ആയിട്ട്. പ്രഗ്നൻസി വേറെ, സാധാ കുട്ടികളെ നമ്മൾ ഒരു സ്ഥലത്തൂടെ കേട്ടോ OP വരുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. അതിന് ശേഷം കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് കേട്ടോ. പിന്നെ ഞാനും ഏട്ടനും കൂടി ഷോപ്പിലൊക്കെ പോയി. പിന്നെ ഇവിടുത്തെ ഡ്രസ്സൊക്കെ പ്രഗ്നൻസി സമയത്തുള്ള ഡ്രസ്സ് സാധാ നൈറ്റി ഒന്നും ഇടാൻ പാടില്ല. വേറെ വെള്ള മുണ്ടും അതൊക്കെ കേട്ടോ. അതെല്ലാം ഞാൻ പാക്കിങ് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആയി. അങ്ങനെ രാത്രി കേട്ടോ നമ്മളൊരു ഉച്ചയ്ക്ക് വരാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ രാത്രി എനിക്ക് തോന്നുന്നു ഒരു 6 മണി 7:30-8 മണിയായിട്ടുണ്ടാകും വീട്ടിലൊക്കെ എത്തുന്ന സമയത്ത്. വീട്ടിലെത്തിയ സമയത്ത് ഞാൻ കൊറിയറുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അത് മീഷോന്ന് ഞാനിപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഓർഡർ ചെയ്ത ഡ്രസ്സ് കേട്ടോ. നല്ല നല്ല ക്വാളിറ്റി ഉണ്ട്. വൈറ്റ് ഡ്രസ്സ്, ബ്ലാക്ക് പാൻറ്റ്, ബ്ലാക്ക് ഷോൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലവ് യു. ടാറ്റാ.